Hello friends, welcome to channel 𝙑𝙤𝙀𝙗𝙀 channelലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ആക്ച്വലി എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. നമ്മൾ അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ത്രോട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കുറവുണ്ടായിരിക്കുന്നു. പിന്നെ നമ്മൾ മൈക്കും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ഒരു സിൻകോയുടെ വയർലെസ് മൈക്കാണ്. ശരിയല്ല. അപ്പോൾ അത് സിൻകോ G2 എന്നൊരു മോഡലാണ് കേട്ടോ. സിൻകോ G1 പണ്ടത്തെ മോഡലായിരുന്നു. അത് നിങ്ങൾ കണ്ടായിരിക്കും കുറേ വീഡിയോയിലൊക്കെ ആയിട്ട്. ഇത് നമുക്ക് വയർലെസ് റോഡിൻ്റെ വയർലെസ് ഗോ ഇല്ലേ, അതിനായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. അതിന് പക്ഷേ അതിൻ്റെ പകുതി പ്രൈസ് നമുക്ക് ഇത് വരുന്നുള്ളൂ. പക്ഷേ നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തേക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെയും ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ 150 മീറ്റർ വരെ കിട്ടുന്നതാണ് റേഞ്ച്. പിന്നെ USB Type-C ചാർജറാണ് വരുന്നത്. അതും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമുക്കൊരു 40 എന്താ പറയുക, ഒരു 40 മിനിറ്റിൻ്റെ ചാർജ് തന്നെ നമുക്കൊരു 70% വരെ ചാർജ് കയറാനുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ് ഇതിൽ. പിന്നെ നമുക്കതിൽ ഇൻബിൽഡ് കേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻബിൽഡ് എക്സ്റ്റേണൽ മൈക്രോഫോൺ നമ്മുടെ ബോക്സിനുള്ളിൽ കിട്ടുന്നുണ്ട്. അതൊന്നും നമുക്ക് വയർലെസ് കൂടി കിട്ടില്ല. അതിന് പക്ഷേ അതിൻ്റെ പകുതി പ്രൈസാണ് റോഡിൻ്റെ. അതേ സെയിം ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇപ്പോൾ കേൾക്കുന്നത് മനസ്സിലാവും. നമുക്കിതിൽ അടുത്ത സെക്ഷനിൽ നമ്മളിത് കണക്ട് ചെയ്തിട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മൈക്ക് ഇല്ലാണ്ട് ഇപ്പം ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുക അൺബോക്സിങ്. അപ്പം നമ്മുടെ മൈക്കിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. സിൻകോയുടെ ബ്രാൻഡിങ്ങിൻ്റെ സിൻകോയുടെ G2 A1 ആണ്. അപ്പോൾ ഇതിനൊക്കെ പണ്ട് കഴിഞ്ഞ പോലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു G1 A1 G1 A2 ആയിട്ട്. അപ്പോൾ അതിൻ്റെ പുതിയൊരു സക്സസറാണിത്. G2 മോഡൽ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ബോക്സാണിത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിത് അൺബോക്സിങ് ചെയ്തിട്ടില്ല, ഫുള്ളി റാപ്പ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇന്ന് കാലത്ത് ഡെലിവറി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 11,999 പ്രൈസിലാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ GoPro അല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, റോഡിൻ്റെ ഒക്കെ വയർലെസ് GoTo ഒക്കെ ആണെങ്കിൽ നമുക്ക് 30,000 20,000 ഒക്കെ വരും. അത് സിംഗിൾ ആണെങ്കിൽ തന്നെ അതിന് 20,000 21 സംതിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതേ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഒരു 11 നമുക്ക് കിട്ടുന്ന ഒരു മോഡലാണത്. ഇതിൻ്റെ ഒക്കെ അങ്ങനത്തെ സിൻകോ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് വാറണ്ടി സപ്പോർട്ടൊക്കെ നല്ല സൂപ്പറാണ്. എന്ന് വെച്ചാൽ നമുക്ക് എറണാകുളത്താണ് ഒരു സർവീസ് സെൻറ്റർ. എന്ന് വെച്ചാൽ വാറണ്ടി 1 ഇയർ ആണ് വരുന്നത്. നമുക്ക് ഫുള്ള് റീപ്ലേസബിൾ ആണ്. റീപ്ലേസബിൾ വാറണ്ടി, പുതിയ യൂണിറ്റ് വരും, അങ്ങനത്തെ ഒരു വാറണ്ടി സപ്പോർട്ടുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്കിതിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇത് G2 A1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവുള്ളൂ. G2 A2 ഉണ്ട് വേറെ, അതിന് 2 ട്രാൻസ്മിറ്റർ ഉണ്ടാവും. അതിന് നമുക്ക് ആമസോണിലെ പ്രൈസ് വരുന്നത് 21 ആ റേഞ്ചിൽ തന്നെ വരുന്നത് കേട്ടോ. നമ്മുടെ നമ്മുടെ റോഡിൻ്റെ വയർലെസ് ഗോവിൻ്റെ റേറ്റാണ് വരുന്നത്. അതിന് പക്ഷേ 2 ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ഒന്ന് പരിചയപ്പെടാം. ശരിക്കും എൻ്റെ തൊണ്ടൊന്നും ശരിയല്ല, ചെറുതായിട്ട് നമുക്ക് കോൾഡാണോ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സൗണ്ട് ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റാപ്പും കാര്യങ്ങളൊക്കെ പൊളിക്കാം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും പാക്കറ്റിൻ്റെ റാപ്പിംഗ് പൊളിക്കാം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഗ്ലെയർ അടിച്ചുകൊണ്ടിരിക്കും. ഫുള്ളി സീൽഡ് ബോക്സാണ്. നമുക്ക് ബില്ലടക്കം അയച്ചെന്നതാണ്. ഇത് ആമസോണിൽ ഓർഡർ ചെയ്താൽ നമുക്ക് വരുന്നത് എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. എറണാകുളത്ത് നിന്നൊരു ഷോപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സർവീസ് അവർ തന്നെയാണ് സിൻകോയുടെ. അപ്പോൾ നമ്മൾ ഈ റാപ്പിംഗ് പൊളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് പരിചയപ്പെടാം. അപ്പോൾ മുകളിലായിട്ട് സിൻകോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, 2 പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതാണ് നമുക്ക് G2ൽ ഒരു പുതിയ എഡിഷൻ വന്നിരിക്കുന്നത്. പിന്നെ G2 A1 എന്ന് പറയുന്നത് ഡിജിറ്റൽ 2.4 GHz 1 ട്രിഗർ 1 വയർലെസ് മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 150 മീറ്റർ വരെ കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. TFT സ്ക്രീൻ ഉണ്ട്, 1 ബട്ടൺ മ്യൂട്ടിംഗ് ആണ്, ബിൽഡിനും എക്സ്റ്റേണൽ മൈക്കും നമുക്ക് ഉപയോഗിക്കാം. USB-C ചാർജിങ് ആണ്, വൈഡ് കോമ്പാറ്റിബിലിറ്റി ആണ്. നമുക്ക് എല്ലാത്തിലും, നമുക്ക് ക്യാമറയിലും മൊബൈലിലും എല്ലാത്തിലും പറ്റും. ഈ സൈഡിലും നമുക്ക് സിൻകോയുടെ ബ്രാൻഡിങ് ഉണ്ട്, ഈ സൈഡിലും സിൻകോയുടെ ബ്രാൻഡിങ് ഉണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പാക്കേജിൽ നമുക്ക് ഒരു റിസീവർ, ഒരു ട്രാൻസ്മിറ്റർ, ഒരു ക്യാരിങ് ബാഗ്, ഒരു വിൻഷീൽഡ്, ഒരു ഇജക്ടർ പിന്ന്, ഒരു TRS കേബിൾ, ഒരു TRRS കേബിളും, പിന്നെ നമുക്കൊരു 2-in-1 ചാർജിങ് കേബിളും വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്റ്റേണൽ ലാവലിയർ മൈക്കും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇൻബിൽഡായിട്ട് ലാവലിയർ മൈക്രോഫോൺ നമുക്ക് ഇൻക്ലൂഡാണ്. നമുക്ക് റോഡിൻ്റെ സ്ഥലത്തൊന്നും അതൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. റോഡായിട്ട് സെയിം ഫീച്ചേഴ്സാണ്, അതിൽ ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്കിതിൽ അവരുടെ ഇത് ചൈനീസ് ബ്രാൻഡാണ് സിൻകോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ചൈനീസ് തന്നെയാണ്. റോഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയനാണ്. ബാക്കിയെല്ലാം നമുക്ക് കുറേ എന്താ പറയുക, മിർഫാക്ക് പിന്നെ കുറേ ഉണ്ട്. അതെല്ലാം ചൈനീസ് ബ്രാൻഡ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നല്ല ഹാർഡ് ബോക്സാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാരിങ് കേസിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാരിങ് കേസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോക്സുകളൊന്നുമില്ല. പിന്നെ ഒരു യൂസർ മാനുവൽ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. യൂസർ മാനുവൽ തന്നെയാണ്, സംഭവമല്ല, യൂസർ മാനുവൽ തന്നെയാണ്. താങ്ക് യു ഫോർ ചൂസിങ് സിങ്കോ പ്രൊഡക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പടക്കായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് എന്തായാലും ബോക്സ് നോക്കാം. അപ്പോൾ ഇതാണ് നല്ല ബോക്സാണ് കേട്ടോ. സിങ്കോയുടെ ബ്രാൻഡ് ഇങ്ങനെ ഒരു ആരോ മാർക്ക് പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സിങ്കോയുടെ ഒരു റെഡ് സ്ട്രൈപ്പിംഗ് ഒക്കെ സിമ്പിൾ സിബിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും അത്യാവശ്യം ഒരു 1000 രൂപ കൊടുക്കാണ്ട് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല വേറെ. നമുക്ക് ഈ ഗോഡാക്സിൻ്റെയും അതേപോലെ മിർഫക്കിൻ്റെയും കൂടെ ഒന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് കിട്ടുന്നില്ല. അയ്യോ, നമ്മുടെ മൈക്കുമ്പോൾ തട്ടീനായിരുന്നു. അത് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. പിന്നെ എവിടെയും സിങ്കോ ബ്രാൻഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഒരു റിസീവർ ഒരു ട്രാൻസ്മിറ്റർ സെയിം ആണ്. നമ്മുടെ ഒരു റബ്ബറൈസ്ഡ് ഫീലാണ് വരുന്നത് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. തൊട്ടപ്പം തന്നെ ശരിക്കും റോഡിൻ്റെ അതേ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി റോഡ് വയർലെസ് ഗോ 2ൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്നും തടി കൂടിയിട്ടുണ്ടോ ഇല്ല, സെയിം തന്നെയാണ് തടിയൊക്കെ. ട്രാൻസ്മിറ്ററിൽ റിസീവർ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. മറ്റേ റോഡിലൊന്നും രണ്ടിലും ഡിസ്പ്ലേ ഇല്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, റിസീവറിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ ട്രാൻസ്മിറ്ററിലും ഉണ്ട്. ഇവിടെ ഒരു നല്ലൊരു പാഡിങ് പോലെ ഒരു സോഫ്റ്റ് സാധനം പാഡിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് അക്സസറീസ് വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കിൽ കുറേ കളറിലായിട്ട് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഇതെന്താ ഇത്, നമുക്ക് എനിക്ക് തോന്നുന്നു ലാവലിയർ മൈക്രോഫോണിൻ്റെ എന്തെങ്കിലും സംഭവം ആയിരിക്കും. ഇത് നമുക്ക് വിൻഷീൽഡും അതേപോലെ എക്സ്റ്റേണൽ മൈക്രോഫോൺ കുത്താനുള്ളതിൻ്റെ നമ്മുടെ ആ ക്ലിപ്പുമാണ്. നമുക്ക് ഇതിൽ ഇടാം. ഞാൻ ആക്ച്വലി അത് ഉപയോഗിക്കാനുള്ള ഉദ്ദേശമില്ല. നമുക്ക് ഇവിടെ തന്നെ ഇടാം. പിന്നെ വയേഴ്സും കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലാണ് കേട്ടോ. അതിന് സൗണ്ട് കുറച്ച് കുറവുണ്ടായിരിക്കും. നമുക്ക് ചെറിയൊരു കോൾഡും പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഒരു കുറേ കേബിൾസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടൈപ്പ് USB ടൈപ്പ് A ടു 2 ടൈപ്പ് C ആണ് വരുന്നത്. ഒരുമിച്ച് രണ്ടും ചാർജ് ചെയ്യാം. പിന്നെ നമുക്കൊരു TRRS കേബിൾ വരുന്നുണ്ട്. നമുക്ക് ഇതിലുമ്പോൾ പഴയത് ഉണ്ടായിരിക്കും. ഇത് ക്യാമറയിൽ കുത്തേണ്ടതാണ്. ഈ ഭാഗം നമുക്ക് ഫോണിൽ കുത്തേണ്ടതാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു മൈക്രോഫോൺ തന്നിട്ടുണ്ട് കൂടെ. ഇത് നമുക്ക് TRS കേബിളാണ്. ഇതൊരു നോർമൽ നമുക്ക് മൈക്രോഫോൺ കൂടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആക്സസറീസാണ് നമ്മൾ നേരത്തെ ചെറുതിൽ കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും ഇത് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഏത് കേബിളാണ് കുത്തുന്നത് നോക്കി നോക്കാം. ഇതിപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ പടം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതല്ല സ്മാർട്ട് ഫോണിൻ്റെ ആണത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കേബിൾ നമുക്ക് ഈ സാധനത്തിലേക്ക് നമുക്ക് മാറ്റി അതിന് മുമ്പ് നമുക്കൊന്ന് ഓണാക്കാൻ നോക്കണ്ടേ. ഓണാക്കി നോക്കാം. നമുക്ക് അതിന് മുമ്പ് ഇതുമ്പോൾ ഓൾറെഡി മുകളിലൊരു ടെമ്പർ ഗ്ലാസ് പോലത്തെ സാധനം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, മ്യൂട്ട് ബട്ടനാണ് ഓൺ വരുന്നത്. അപ്പോൾ അത് അമർത്തി പിടിച്ചാൽ മതി. നമുക്ക് എന്തായാലും ഓൺ ചെയ്യാം. 2 ഓണായിട്ടുണ്ട്. സിങ്കോയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ കുറച്ച് വെച്ചിട്ട് ഞാൻ നോണ്ട്. അത് തന്നെയാണ് നമുക്കിപ്പോൾ 2 അപ്പം തന്നെ പെയറായി. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടോ, നമ്മളിവിടെ തട്ടുമ്പോൾ വരുന്നുണ്ടോ, അപ്പോൾ തന്നെ ഓട്ടോ പെയറിങ് ആയി. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇത് കുത്തിയിട്ട് ഇതിൽ ബാറ്ററി കുറച്ചൊരു 70% ഉണ്ടെന്നുണ്ട് ബാറ്ററി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി നമ്മുടെ വാർത്താനം പറയാൻ്റെ സിഗ്നൽ വരുന്നത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സിഗ്നൽ നമുക്ക് ക്യാമറയിൽ കുത്തിയിട്ട് അതിനുണ്ട് നോക്കാം. നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഡിഫറൻസ് മനസ്സിലാവുന്നതായിരിക്കും. നമ്മളിത് ഓൾറെഡി കയ്യിൽ പിടിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് വളരെ മൈക്ക് മുകളിലായിരിക്കും സെക്ഷനിൽ. അപ്പോൾ ഈ സെക്ഷനിലാണ് നമുക്ക് സൗണ്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് ഓൾറെഡി ബോക്സിൽ തന്നിട്ട് നിങ്ങൾ അൺബോക്സിങ് കണ്ടല്ലോ. ഓൾറെഡി ബിൽഡായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് കുത്തി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ ശരിക്കും ഇത് ഒരു എന്താ പറയുക യൂട്യൂബേഴ്സ് ബിഗിനേഴ്സിനൊക്കെയാണെങ്കിൽ പറ്റിയ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ വയറുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പിന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. പ്രത്യേകിച്ച് നമ്മുടെ 6 മീറ്ററിൻ്റെ ലെങ്ത്തുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ വലിഞ്ഞിട്ടൊക്കെ എൻ്റെ തന്നെ കുറേ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റാണ് ഞാൻ ഇതിലേക്ക് മാറാൻ വിചാരിച്ചത്. റോഡിലേക്ക് മാറാൻ ഒരു അത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ടത്. ഒരു 30,000 രൂപ കൊടുത്താലേ റോഡിൻ്റെ വയർലെസ് 2 കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും അതൊരു വാല്യൂ ഫോർ മണി അല്ല. പിന്നെ റോഡിനും കുറേ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതും ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. അത് ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. പക്ഷേ ഇതിൻ്റെയും വാറണ്ടീസ് കാര്യങ്ങളൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് പറയാനുണ്ട്. ഇപ്പോൾ സിൻകോടെ പ്രത്യേകിച്ച് മിർഫക്ക് അങ്ങനത്തെ കുറേ ബ്രാൻഡുകൾ എല്ലാം ചൈനീസ് തന്നെയാണ്. സെയിം പ്രൊഡക്റ്റ് സെയിം ക്വാളിറ്റിന് വരുന്നത്. പിന്നെ നമുക്കിതിൽ ഇൻബിൽഡായിട്ട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് വരുന്നത്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ എറണാകുളത്തുള്ള ഏജൻസികളാണ് അവർ ഈ നമ്മുടെ കേരളത്തിലത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് സൈറ്റ് പ്രത്യേകത. ഈ സിൻകോ ഓഡിയോ ഇന്ത്യ ഒരു സൈറ്റ് പ്രത്യേകത ഒക്കെ ഇട്ടുണ്ട് അവർക്ക്.
അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ഇന്ത്യയിൽ അധികം സിൻകോ വാക്സിൻ്റെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ സിൻകോ യൂട്യൂബ് തന്നെ നമുക്ക് യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. എന്നുവെച്ചാൽ എല്ലാം പുറത്തെത്തി ആയിരിക്കും. എന്ന് വെച്ചാൽ പറയുക ഫോറിൻ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇതിൻ്റെ G2 ഒക്കെ റിവ്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടാ. നല്ലൊരു പ്രോഡക്റ്റാണ്. അതിൻ്റെ പിന്നെ നമുക്ക് G1 മോഡലും കിട്ടും. അതിന് പക്ഷേ ഡിസ്പ്ലേ ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രത്യേകത വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിസ്പ്ലേ വരുമ്പോൾ നമുക്ക് സുഖമാണ്, ചാർജൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമുക്കിതിപ്പോൾ ഇവിടെ കുത്തി വെച്ച് നോക്കാം. ലൈറ്റ് വെയിറ്റ് ആണ് നല്ല. അപ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ്. ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. ശരിക്കും റോഡിൻ്റെ അതേ ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. എനിക്ക് അതാണ് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത്. അതേ ഫീച്ചേഴ്സ്, അതേ ബിൽഡ് ക്വാളിറ്റി. പിന്നെ ഈ കേസും ഒരു 1.5 കേസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബിൽഡ് ക്വാളിറ്റി. ഇതിൽ ചെറിഞ്ഞാലൊന്നും പറ്റില്ല, അങ്ങനത്തെ ബിൽഡ് ക്വാളിറ്റിയുള്ള കേസാണ്. ഇങ്ങനത്തെ ഒരു കേസ് നമ്മൾ എക്സ്ട്രാ റോഡിന് പോലെ വെറുതെ ഒരു പോച്ച് മാത്രമേ തരുന്നത്. ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ കേസ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ വണ്ടി ഒരു 1500 രൂപ. അങ്ങനത്തെ അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കേസ് വരുന്നത്. പിന്നെ അതിന് സെക്ഷനിലായിട്ട് ഇരിക്കാനുള്ള കുറേ ഒരു ബ്രാക്കറ്റ് പോലെ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അക്സസറീസ് വയ്ക്കാനുള്ള ഒരു മോളിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വാല്യൂ ഫോർ മണിയാണ് കേട്ടോ, 15 രൂപയ്ക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു വയർലെസ് മൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ല റേഞ്ചിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ സിറ്റുവേഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോകാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാക്കിലേക്ക് ഇട്ടാൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അതേ സൗണ്ട് തന്നെ വരുന്നുണ്ടായിരിക്കും. ഇതേ സൗണ്ട് തന്നെ നമുക്ക് ഇതേ ക്വാളിറ്റിക്ക് നമുക്ക് എവിടെ പോയാലും കിട്ടും. 150 മീറ്ററിൽ നമുക്ക് ഒരു 100 മീറ്റർ വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മളിത് തിരിഞ്ഞൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വരും. അത് നമുക്ക് റോഡിലും വരും. ഇതിൽ മാത്രമല്ല, എല്ലാത്തിലും റോഡിലും വരും. പിന്നെ ബാറ്ററി ബാക്കപ്പ് നമുക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കിട്ടുന്നത്. നോക്കിയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് 4 മണിക്കൂർ 5 മണിക്കൂറാണ് കിട്ടിയത്. 4500 കിട്ടിയത്. അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടിയത് എന്തായാലും ഒരു ഓവറോൾ റിവ്യൂ പോലെ നമ്മൾ ഓൾറെഡി എക്സ്ട്രാ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് യൂട്യൂബേഴ്സിനൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു 10 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വയർലെസ് മൈക്ക് കിട്ടാന്ന് വെച്ചാൽ അതും ലോങ് റണ്ണിൽ ഉപയോഗിക്കാമല്ലോ. എനിക്ക് പ്രത്യേകിച്ച് അത് മാറാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വയർലെസ് മൈക്കുകൾ കുറേ എണ്ണം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ 6 മീറ്ററിൻ്റെ DSLR ഉപയോഗിക്കുന്ന മോഡലുണ്ടല്ലോ, അത് ഭയങ്കര ലെങ്ത് അല്ലേ. അതിങ്ങനെ ചുരുട്ടി ആയിട്ട് അതിൻ്റെ വയറൊക്കെ ആയിട്ട് കംപ്ലൈൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് എക്സ്ട്രാ 800 രൂപ വെച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ മുൻപ് വാങ്ങിച്ചത്. സൗണ്ടിൽ കുറച്ച് കുഴപ്പം വരുന്നുണ്ട് സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊന്നും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്നും മറക്കണ്ട കേട്ടോ. ഇത് നമുക്ക് ഞാൻ പറയാൻ പറഞ്ഞത് നമുക്ക് വോളിയം ലെവൽസ് കൂട്ടാനുള്ള മോഡൽ ഇതിലൊക്കെ ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ലോ ലാറ്റൻസി മോഡ് ഉണ്ട്. അങ്ങനെ കുറേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. മ്യൂട്ട് മോഡ് ഉണ്ട്. നമുക്ക് ആ റോഡിൽ കിട്ടുന്ന എല്ലാ സാധനം ഫീച്ചേഴ്സ് ഇതിലുണ്ട് കേട്ടോ. ശരിക്കും രണ്ട് കൂടുതലുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്, അതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു ബെസ്റ്റ് ബൈ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു വയർലെസ് മൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മിർഫക്കിനെക്കാട്ടും ഗോഡക്സിനെക്കാട്ടും ഒക്കെ ഒരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് തന്നെയാണ്. അതിനോട്ട് റേറ്റും കുറവാണ് സത്യം പറഞ്ഞാൽ. ഗോഡക്സിൻ്റെയും മിർഫക്കിൻ്റെയും റേറ്റ് നിങ്ങൾ ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ 12,000 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. അതിനായിട്ട് ഒരു 1,000 രൂപ കുറവാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കട്ടെ. ആമസോൺ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനുള്ള പ്രോബ്ലം ഒന്നും വേണ്ട. പിന്നെ സർവീസ് കേരളത്തിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എറണാകുളത്താണ്. അപ്പോൾ സപ്പോർട്ട് നല്ല റീപ്ലേസ്മെൻറ്റ് വാറൻ്റിയാണ് വരുന്നത്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ കമൻറ്റ് ചെയ്യട്ടെ. ഹേ ഫ്രണ്ട്സ്.